രണ്ടാം പിണറായി സർക്കാർ 5ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ വലയുക തന്നെയാണ് പ്രതിപക്ഷം. മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന് പ്രഖ്യാപിച്ച് എത്തിയ കെ സുധാകരന് പ്രസിഡന്റ് സ്ഥാനം തന്നെ മാറേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ സാഹചര്യം. സംസ്ഥാന സർക്കാരിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന പ്രതിപക്ഷ നേതാവിന് ഒന്നുപോലും ഇതുവരെ തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. നുണകൾ ആവർത്തിച്ച് സത്യമാക്കാമെന്നും ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാമെന്നും എന്നുള്ള ഗീബൽസിയൻ തന്ത്രമാണ് കഴിഞ്ഞ കുറച്ചധികം കാലമായി സംസ്ഥാനത്ത് UDF പയറ്റിക്കൊണ്ടേയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ ദുരാരോപണങ്ങളുടെ കൂരമ്പുകൾ തുടർച്ചയായി തൊടുത്തിട്ടും ഒന്നും ക്ലച്ച് പിടിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. ചിലത് ബൂമറാങ്ങായി UDF നേതാക്കൾക്കെതിരെ തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ബ്രൂവറി എന്നും ക്യാമറ എന്നും CMRL എന്നും പറഞ്ഞ് വാലും തുമ്പുമില്ലാത്ത എണ്ണമറ്റ അഴിമതി ആരോപണങ്ങളാണ് സർക്കാരിനെതിരെ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇതൊന്നും തെളിയിക്കാൻ കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ദിവസങ്ങൾക്കുള്ളിൽ ഇത്തരം ദുരാരോപണങ്ങളിൽ നിന്ന് പ്രതിപക്ഷത്തിന് ഒളിച്ചോടേണ്ടി വരികയായിരുന്നു. പാലക്കാട് സ്പിരിറ്റ് നിർമ്മാണശാലയ്ക്ക് എതിരെ കോൺഗ്രസ് ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ കർണാടകയിലെ കോൺഗ്രസ് നേതാക്കളുടെ സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയായിരുന്നു കോൺഗ്രസ് വിയർപ്പ് ഒഴുക്കിയത് എന്ന് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് ജനങ്ങൾക്ക് മനസ്സിലാവുകയായിരുന്നു. അങ്ങനെ കോൺഗ്രസ് പിന്മാറി. ട്രാഫിക് നിയമലംഘനങ്ങൾ കണ്ടെത്താൻ ക്യാമറകൾ സ്ഥാപിച്ചത് ഗതാഗത വകുപ്പിന്റെ ശ്രദ്ധേയമായ പദ്ധതിയായിരുന്നു. എന്നാൽ അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ച് അതിനും തുരങ്കം വെക്കാൻ ശ്രമിക്കുകയായിരുന്നു. യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ക്യാമറ വെച്ച് തൂണിൽ കയറി സമരം ചെയ്തു. പക്ഷെ പദ്ധതി യാഥാർത്ഥ്യമാക്കിയതിന് പിന്നാലെ ട്രാഫിക് നിയമലംഘനങ്ങളും റോഡ് അപകടങ്ങളും പകുതിയായി കുറയുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും തെളിവ് ചോദിക്കുമ്പോൾ ഉരുണ്ട് കളിക്കുകയും എന്നുള്ളത് കോൺഗ്രസ് നേതാക്കളുടെ പതിവ് രീതിയായി മാറുകയാണ്. പ്രത്യേകിച്ച് സതീശന്റെ. ദേശീയപാത വികസനത്തിനെതിരെ സിംഗൂരിൽ നിന്ന് മണ്ണെത്തിച്ച് ഖോലീബി സംഘം തോളോട് തോൾ ചേർന്ന് സമരം ചെയ്തു. ഇന്ന് ഇക്കൂട്ടരെല്ലാം എളുപ്പത്തിൽ വീടെത്തുന്നത് LDF സർക്കാരിന്റെ ഇച്ഛാശക്തിയാൽ പണിത ഈ റോഡിലൂടെ തന്നെയാണ് എന്നുള്ളതാണ് സത്യമായ കാര്യം. വിഴിഞ്ഞം തുറമുഖത്തിനെതിരെ പരസ്യമായി സമരം ചെയ്ത കോൺഗ്രസ് നേതാക്കൾ ഇന്ന് അതിന്റെ പിതൃത്വം ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നു എന്നത് മറ്റൊരു വിരോധാഭാസം. മുഖ്യമന്ത്രിയെ മാറ്റാൻ കച്ചകെട്ടിറങ്ങിയ കെ സുധാകരനാകട്ടെ അധികാരത്തിന്റെ ഭാഗമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി വീട്ടിലിരിക്കേണ്ടി വരികയാണ്. ഇക്കുറിയും ഭരണം കിട്ടിയില്ല എങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എന്താകുമെന്ന് കണിയാരെ കൊണ്ട് നോക്കിക്കേണ്ടി വരും എന്നുള്ളതാണ് മുതിർന്ന നേതാക്കളുടെ മുന്നറിയിപ്പ് തന്നെ.